ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പോൾ പി എസ് സി യോഗ്യതയ്ക്കൊക്കെ എന്താണ് ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പി എസ് സി കുറച്ചും കൂടി കർശന നടപടികൾ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പി എസ് സി പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം എല്ലാവരും ഒന്ന് നമ്മുടെ പ്രൊഫൈൽ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. കാരണം എന്തെങ്കിലും എറേഴ്സൊക്കെ നിങ്ങൾ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് അച്ചടക്ക നടപടി ഉണ്ടാവും, അത് ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ പി എസ് സി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയാൽ ഇപ്പം ബിഗ് ബോസിലൊക്കെ പറയുന്ന പോലെ 8ന്റെ പണി എന്നൊക്കെ പറയുന്നത് പോലെ പി എസ് സിയും കുറച്ചും കൂടി നമ്മുടെ പ്രൊഫൈലിലൊക്കെ കുറച്ചും കൂടി അലേർട്ടായി. തത്തുല്യ യോഗ്യത എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ നടപടി, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഒരു ജോബിലൊന്ന് കയറാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സാഹചര്യം വരും. കാരണം അവർ കൃത്യമായിട്ട് അതൊക്കെ ഇപ്പം പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. യോഗ്യത ഇല്ലാതെ അപേക്ഷിച്ചാൽ കർശന നടപടി, അതാണ് പറഞ്ഞിരിക്കുന്നത്. ആവശ്യമായ യോഗ്യതകളില്ലാത്ത തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെതിരെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വാർത്തയിൽ വന്നിരിക്കുന്നതാണ്. അപ്പം സർക്കാർ ജോലികൾക്ക് അപേക്ഷിക്കുമ്പോൾ യോഗ്യതകളെക്കുറിച്ചോ മറ്റ് വിശദാംശങ്ങളെക്കുറിച്ചോ തെറ്റായി പ്രതിനിധാനം ചെയ്യുകയോ വസ്തുതകൾ മറച്ചുവെക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കേരള പി എസ് സി കർശന നടപടി സ്വീകരിക്കും, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഓവർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക. ഒന്നും ഹൈഡ് ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പം കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റ് നിർദ്ദിഷ്ട യോഗ്യതയോ ഇല്ലാതെ അപേക്ഷിക്കുന്നവർ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കേരള പി എസ് സി ഊന്നി പറയുന്നുണ്ട്. അതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചോ മറ്റ് വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ സർക്കാർ ജോലി നേടിയതായി കണ്ടെത്തിയ ഉദ്യോഗാർത്ഥികളെ ഭാവിയിലെ KPSC പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്നതിൽ നിന്നും കർശനമായി വിലക്കും, അതും പി എസ് സി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ വാർത്ത. നോക്കിക്കഴിഞ്ഞാൽ അറിയാം പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന തസ്തികകളിൽ നിശ്ചിത യോഗ്യതയോ സമാന യോഗ്യതയോ ഇല്ലാതെ തത്തുല്യ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പി എസ് സി അറിയിച്ചു. വിജ്ഞാപന പ്രകാരമുള്ള യോഗ്യതകൾക്ക് പുറമെ സമാന യോഗ്യതയുള്ളവർക്കും തത്തുല്യ ഉയർന്ന യോഗ്യത അവകാശപ്പെട്ട് അപേക്ഷ നൽകാൻ അവസരം നൽകുന്നുണ്ട്. ഇത് ദുരുപയോഗം ചെയ്ത് അപേക്ഷ നൽകാൻ അയോഗ്യരായവരും സമാന യോഗ്യത നേടിയിട്ടില്ലാത്തവരും അപേക്ഷ നൽകുന്നതായും കൺഫർമേഷൻ നൽകുന്നതായും പി എസ് സിയുടെ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. വിവിധ തസ്തികകൾക്കു നിശ്ചയിച്ചിരിക്കുന്ന തത്തുല്യ ഉയർന്ന യോഗ്യത സംബന്ധിച്ച വ്യവസ്ഥകൾ വിജ്ഞാപനത്തോടൊപ്പം പി എസ് സി വ്യക്തമാക്കാറുണ്ട്. വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ച യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയുള്ള യോഗ്യതകൾ സ്വീകരിക്കും. നിശ്ചിത യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയായുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കും. തത്തുല്യ ഉയർന്ന യോഗ്യത സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ പി എസ് സി ആവശ്യപ്പെടുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കണം. 17/7/1965 ഗസറ്റഡ് നമ്പർ 526 PD വ്യവസ്ഥകൾ പ്രകാരം പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമപ്രകാരം സ്ഥാപിതമായ UGC അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നൽകുന്ന ഡിഗ്രികൾ, ഡിപ്ലോമകൾ എന്നിവ സർക്കാർ സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്വീകരിക്കും. ഈ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് പി എസ് സി തുല്യതാ സർട്ടിഫിക്കറ്റ് സർക്കാർ ഉത്തരവ് ആവശ്യപ്പെടാറില്ല. അപ്പോൾ ഓർത്തു വെക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് തന്നെ വേണം നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാൻ. കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്യാതിരിക്കുക. ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഉയർന്ന യോഗ്യതകളുണ്ടെങ്കിൽ അതൊന്നും ഹൈഡ് ചെയ്യാതെ പരീക്ഷ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ പി എസ് സി കർശന നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ചില ഇതിൻ്റെ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ആകുമ്പോഴേക്ക് നമ്മൾ ആ കോഴ്സ് കോഴ്സിന് പഠിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊന്നും ഇനി പാടില്ല. അങ്ങനെ എന്തെങ്കിലും അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻസിന് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ ഉൾക്കൊള്ളുക. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള, അതായത് നമ്മൾ നമ്മളൊരു സത്ത് നിലനിർത്തിക്കൊണ്ട് ജീവിതത്തിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിജയം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാവും. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം
ഓരോരോ കാര്യം ചെയ്യാൻ. അതുകൂടാണ്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിന് നിങ്ങൾ ആപ്റ്റായ ഒരു കാൻഡിഡേറ്റ് ആണോ എന്ന് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഒരുപാട് അപേക്ഷകൾ വരും, അപ്പോൾ അതിന് നിങ്ങൾ യോഗ്യരാണോ എന്ന് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ. അതേപോലെ ഇപ്പം നമുക്കറിയാം എന്താണ്, ഒരുപാട് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നു അല്ലേ. ഡിഗ്രി തലത്തിലുള്ള എത്ര പരീക്ഷകളാണ് നമ്മളിപ്പോൾ ഇനി വരാനിരിക്കുന്നത്. ഒന്ന് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ലേറ്റസ്റ്റ് വന്നിട്ട് നോട്ടിഫിക്കേഷൻ, അതിന് മുന്നേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്, അതേപോലെ മറ്റ് വന്നിരിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, അങ്ങനെ പല പരീക്ഷകളും വരുന്നുണ്ട്. അപ്പോൾ വരുന്ന നവംബർ 20 കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് മിന്റ് ഒരു സ്കോളർഷിപ്പ് ഒരുക്കുകയാണ്. അതിൽ നല്ല വിജയം കൈവരിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം 50% ഫീസ് ഇളവോടുകൂടി പഠിക്കാനുള്ള ഒരു അവസരമാണ് മിന്റ് ഒരുക്കുന്നത്. അപ്പോൾ അതാരും മിസ് ഔട്ട് ചെയ്യരുത്. ആ സ്കോളർഷിപ്പ് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക. കാരണം എന്താണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പരീക്ഷയുടെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും നവംബർ 20 സ്കോളർഷിപ്പ് കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ മറ്റ് വിശദ വിവരങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്